5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. 2 മുതിർന്ന ആണവ ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടെ ഇറാനിൻ്റെ റെവല്യൂഷണറി ഗാർഡ് തലവനെയും ഇസ്രായേൽ കൊന്നിരിക്കുകയാണ്, വധിച്ചിരിക്കുകയാണ്. എന്താണ് ഇസ്രായേലിന് ഇതിനകത്തുള്ള മോട്ടീവ് എന്ന് പറഞ്ഞാൽ, ആണവ കേന്ദ്രങ്ങളെ ഞങ്ങൾ തകർത്തിരിക്കും. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ഹമാസ് വിഷയമൊക്കെ ഉള്ളതുകൊണ്ട്, പാലസ്തീൻ വിഷയമൊക്കെ ഉള്ളതുകൊണ്ട് ഇറാൻ ആണവ ആയുധങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ ഉപദ്രവിക്കുമോ എന്നുള്ളൊരു പേടി അവരുണ്ട്. അത് ടെഹ്റാനിൽ നിന്നുള്ള വാർത്തയാണ്. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ്റെ റെവല്യൂഷണറി ഗാർഡ് തലവൻ കൊല്ലപ്പെട്ടു. ഹൊസൈൻ സലാമി രക്തസാക്ഷിയായ ഹൊസൈൻ സലാമി എന്ന് പറയുന്ന അവരുടെ തലവൻ രക്തസാക്ഷിയായെന്ന് ഇറാനിയൻ ടെലിവിഷൻ തന്നെ പ്രഖ്യാപിച്ചു. 2 ആണവ ശാസ്ത്രജ്ഞർക്ക് മരണം സംഭവിച്ചു. ഏകദേശം 13 ഇടങ്ങളിൽ ഇസ്രായേൽ ഇതിന് വലിയ ആക്രമണം നടത്തിയിട്ടുണ്ട്. നെതന്യാഹു, ഇസ്രായേലിൻ്റെ ബെഞ്ചമിൻ നെതന്യാഹു, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയൊക്കെ ആത്മസുഹൃത്താണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്, നമ്മൾ കൃത്യമായി അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്, ആക്രമിച്ചു. പക്ഷേ അവിടുത്തെ സാധാരണ ജനങ്ങളെയല്ല ഞങ്ങൾ ഉപദ്രവിക്കുന്നത്, അവിടെയുള്ള വ്യോമകേന്ദ്രങ്ങളിൽ ഞങ്ങൾ ആക്രമണം നടത്തും, അവിടെ ആണവ പദ്ധതികളെ, മിസൈൽ പദ്ധതികളെയെല്ലാം ഞങ്ങൾ തകർത്തിരിക്കും. ഒരു കാരണവശാലും അവരെ അങ്ങനെ ആണവശക്തിയായി വളരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങളെ ഞങ്ങൾ കൊല്ലില്ല, അവിടുത്തെ സാധാരണ ജനങ്ങളെ ഞങ്ങൾ കൊല്ലില്ല. അതുകൊണ്ട് തന്നെ ഈ ഓപ്പറേഷൻ എത്ര ദിവസം വേണമെങ്കിലും ഞങ്ങൾക്ക് തുടരാനുള്ള കഴിവുണ്ട്, ഞങ്ങൾ തുടരുകയും ചെയ്യും എന്നാണ് നെതന്യാഹു പറയുന്നത്. തീർച്ചയായിട്ടും ഇസ്രായേൽ വീണ്ടും ഇറാനെയും കൂടി ശത്രുപക്ഷത്താണ്. പക്ഷേ എങ്കിലും അതിൻ്റെ വേഗത കൂട്ടുന്ന നിലയിൽ ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊന്നിരിക്കുകയാണ്, ആണവ കേന്ദ്രങ്ങളെ തകർത്തിരിക്കുകയാണ്. അപ്പോൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം അവർ തിരിച്ചടിക്കുമെന്നുള്ള കാര്യങ്ങൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇറാൻ തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള, വീണ്ടും അന്താരാഷ്ട്ര തലത്തിൽ വലിയ തോതിലുള്ള സംഘർഷമാണ് ഇസ്രായേലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം തന്നെ വലിയ തോതിൽ ലോകത്തെ ചർച്ച ചെയ്യുകയും അതിനെതിരെയൊക്കെ വലിയ സമാധാനത്തിൻ്റെ സന്ദേശം വേണമെന്നുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇറാനെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ നശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇസ്രായേൽ നെതന്യാഹു ഒന്നുകൂടി രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ വളരെ പ്രധാനമാണ്. എന്തിനാണ് ഈ ലോകരാജ്യങ്ങൾ ആണവ ആയുധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്, ആണവ മിസൈലുകൾ ഉണ്ടാക്കിയെടുക്കുക? എന്താണ്, മനുഷ്യരെ അല്ലേ കൊല്ലുന്നത് ഇവർ തത്വശാസ്ത്രങ്ങളുടെ പേരിൽ? ഇപ്പോൾ ഇറാൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇസ്ലാമിന് മുൻതൂക്കമുള്ള, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് മുൻതൂക്കമുള്ള ഒരു രാജ്യമാണ്. എന്തിനാണ് അങ്ങനെ? ഖുറാനിലോ മറ്റോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്? അതുപോലെ തന്നെ ഇസ്രായേലായാലും ജൂതന്മാരുടേതായാലും ക്രിസ്ത്യാനികളുടേതായാലും ഹിന്ദുക്കളുടേതായാലും ഏത് രാജ്യമായാലും ആ രാജ്യത്തിലെ മതത്തിൽ വിശ്വസിക്കുന്ന, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വാസികളാണ്. ആ വിശ്വാസികൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ആണവ ആയുധങ്ങൾ ഉണ്ടാക്കുക, ആണവ മിസൈലുകൾ ഉണ്ടാക്കുക, മറ്റു രാജ്യങ്ങളെ തകർക്കുക, അത് തകർക്കാനെന്ന് പറഞ്ഞ് തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ ഇന്ത്യക്ക് തന്നെ പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിച്ച് കളയുമെന്ന് പറഞ്ഞ് ഇന്ത്യക്കെതിരെ പറഞ്ഞുകൊണ്ട് എന്തുമാത്രം ബഹളമാണ് ഉണ്ടാക്കിയത് പാകിസ്ഥാൻ. ഇപ്പോൾ പ്രയോഗിക്കും പലവട്ടം കഴിഞ്ഞ കുറേ വർഷമായി, 10-20 വർഷമായി പാകിസ്ഥാൻ നമ്മളോട് ഭീഷണിപ്പെടുത്തുന്നത് ആണവായുധം ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണ് ഇതിങ്ങനെ ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടുപിടിക്കാനാവില്ല, അവർ ഒരു കണ്ടുപിടുത്തം മറ്റൊരു കണ്ടുപിടുത്തത്തിന് സഹായമാകുമെന്നുള്ള നിലയിൽ പലതും കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച, അല്ലെങ്കിൽ ആറ്റം ബോംബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനോട് നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ശാസ്ത്രത്തിൻ്റെ വഴി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ മനുഷ്യരത് ഉപയോഗിക്കുമ്പോൾ അത് വളരെ ഗൗരവമായ രീതിയിൽ ഉപയോഗിക്കും. കത്ത് കണ്ടുപിടിച്ചത് കുത്താനല്ല, നല്ല പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ചിന്ത പോലെ, അതൊരു ലളിതമായ ചിന്തയാണ്. ആണവ റിയാക്ടറുകളും ആണവ മിസൈലുകളും ഉണ്ടാക്കുന്നത് ശരിയല്ല. അത് തകർക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് രാജ്യാതിർത്തികൾക്ക് അപ്പുറത്ത് കയറി തകർക്കുന്നത് മറ്റ് യുദ്ധങ്ങൾക്കും സംഘർഷത്തിനും വഴിവെക്കും. അങ്ങനെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പുതിയ പോരിനുള്ള കളമൊരുങ്ങിയിട്ടുണ്ട്. ഇസ്രായേൽ ഇതൊരു അഭിമാനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇറാൻ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് ഇസ്രായേൽ കരുതുന്നത്. അപ്പോൾ ആ മേഖല വീണ്ടും സംഘർഷപൂരിതമായി കൊണ്ടേയിരിക്കുന്നു.